ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കബനി ഫോറസ്റ്റ് സഫാരി സെൻറ്ററിലാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്നൊരു ഫോറസ്റ്റ് സഫാരിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3:30ക്കുള്ള യാത്രയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫോറസ്റ്റ് സഫാരി ഏകദേശം 3:30 to 6 മണി വരെയാണ് ഇവിടുത്തെ സഫാരിൻ്റെ ടൈം. അപ്പോൾ നമുക്ക് രാവിലെ ബുക്ക് ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷേ എന്താ വെച്ചാൽ രാവിലെ പിന്നെ കുറച്ച് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈവനിങ്ങത്തായിട്ടാണ്. ഇതാണ് ഇവിടേക്ക് വരുന്ന സഫാരി സെൻറ്ററിൻ്റെ ഗേറ്റ്. കക്കനക്കോട്ടെ സഫാരി സെൻറ്റർ എന്നാണ് പേര്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നേരെ അങ്ങോട്ട് പോകുന്നത് മൈസൂർ റൂട്ടാണ്. പിന്നെ ഇത് നമ്മൾ ഇവിടുന്ന് ബാവലിന്ന് വന്ന വഴിയാണ് റോഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേമാർക്ക് ഒരു സഫാരി ചെയ്തിന് ഇവിടുന്ന്, ഫോറസ്റ്റ് സഫാരി, കബനി സഫാരി. അപ്പോൾ അതിൽ നമ്മൾ കടുവനൊക്കെ കണ്ടീന്. കടുവ, പിന്നെ ആന, കാട്ടുപോത്ത്, അങ്ങനത്തെ കുറേ മൃഗങ്ങളെ കണ്ടീന്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 3:30 മണിക്കാണ് ഇവിടുന്ന് സഫാരി സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ പോകുന്ന ബസ്സും ഒക്കെ പരിചയപ്പെടാം. ബസ്സിൻ്റെ ഉള്ളൊക്കെ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ആ ഭാഗത്താണ് ഇവിടുത്തെ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്, ആ ബിൽഡിങ്ങിൽ. പിന്നെ നമുക്ക് പോകാനുള്ള ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്, 3 ബസ്. ഇവിടെ പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല തണലൊക്കെ, നല്ല വെയിലാണ് ഇവിടെ ഇപ്പോൾ. ഇവിടെ ഇങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട ആനിമൽസിൻ്റെ ചിത്രങ്ങളാണ്. ഡീറ്, പിന്നെ പല ഐറ്റത്തിലുള്ള മാനുകളുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സഫാരി പോവും. ഇപ്പോൾ ഏകദേശം 3:20 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മളപ്പം വന്നവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. 2 സീറ്റിൽ നമ്മൾ 4 ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ്. നമുക്ക് ഏതായാലും സഫാരി പോയിട്ട് വലിയ വലിയ മൃഗങ്ങളൊക്കെ കാണാൻ നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് സഫാരി പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് ഏതായാലും സഫാരിക്ക് പോവാം. നമ്മുടെ സഫാരി കൃത്യം 3:30 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിലൂടെയാണ്. ഈ റോഡ് നമ്മുടെ ബാവലിയിൽ നിന്ന് വരുന്ന ആ റോഡാണ്. ഇനി നമ്മൾ നേരെ ഫോറസ്റ്റിന് ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മെയിൻ റോഡിലൂടെ കുറച്ച് പോയിട്ട് വേണം ഫോറസ്റ്റിലേക്ക് കടക്കാൻ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം ഉണങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. അപ്പോൾ മരങ്ങളിലുള്ള ഇലകളൊക്കെ പൊഴിഞ്ഞ് ഉണങ്ങിയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാടിൻ്റെ ഉള്ളിൽ മൊത്തം. എന്നാലും നമുക്ക് മൃഗങ്ങളൊക്കെ കാണുമെന്നൊക്കെ നോക്കാം. നമ്മുടെ സഫാരി ബസ് ഇപ്പോൾ കുറച്ച് നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ ഗേറ്റ് കടന്ന ശേഷം ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ വല്ലാതെ സൈറ്റിംഗ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറച്ച് സ്പീഡിൽ പോയിട്ട് ഉൾക്കാട്ടിലേക്ക് പെട്ടെന്ന് കടക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കടന്ന ഉടനെ തന്നെ നമുക്ക് ഒരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ദൂരത്തായിട്ട് ഒരു വലിയൊരു കൊമ്പന് നിൽക്കുന്നുണ്ട്. നല്ല ദൂരത്താണ്. നമ്മുടെ ഫ്രണ്ടിൽ വേറൊരു റോഡ് കാണാൻ കഴിയും. ആ റോഡിലേക്ക് നമ്മളെ ബസ് എടുത്തു തരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആനയെ അടുത്തുനിന്ന് സ്പോട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഈ കബനി ഫോറസ്റ്റിൽ കോമൺ ആയിട്ട് ആനകളൊക്കെ ഒരുപാട് കാണുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ ബസ്സിലത്തെ ഡ്രൈവർമാർ കൂടുതൽ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറെ സൈറ്റിങ്ങിനും വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഈ കബനി സഫാരി നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണതാണ് നല്ലത്. ഓഫ്ലൈനായിട്ട് നമ്മളിവിടെ വന്നിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വരികയെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടെ എത്തുന്ന സമയത്ത് ടിക്കറ്റ് ചിലപ്പോൾ ഫുള്ളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് എടുക്കണതാണ് നല്ലത്. നാഗർഹോള ടൈഗർ റിസർവ് .in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ കബനി സഫാരിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും.
നമ്മളിപ്പോൾ സൈഡിൽ ഒരുപാട് മാനുകളുണ്ട് കൂട്ടമായിട്ട് ഇങ്ങനെ മേഞ്ഞുകൊണ്ട് നിൽക്കണേ. അപ്പോൾ ഇവിടെ ഒന്നും കൂടുതൽ നിർത്തി തരണില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ കബനി ഫോറസ്റ്റിലൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും മാനിനൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും സൈറ്റിങ് കിട്ടുക വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോവാണ്. മൃഗങ്ങൾ നമ്മളെ സൈഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇപ്പോൾ ഈ ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങളൊക്കെ ഫുള്ള് ഉണങ്ങിക്കിടക്കണോണ്ട് തന്നെ പുല്ലുകളൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അനിമൽസിനെ പെട്ടെന്ന് കാണാനൊക്കെ പറ്റും. പക്ഷെ നമുക്കിപ്പോഴും ഒരു നല്ല രീതിയിൽ തന്നെ ഒരു എലിഫൻറ്റിനൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഏതായാലും നമുക്കിങ്ങനെ പോയി നോക്കാം. അപ്പോൾ നമ്മളെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയൊരു കൊമ്പനെ കിട്ടിയിട്ടുണ്ട്. ആള് പുല്ല് തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി പോകുന്ന റോഡ് കുറച്ച് മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ കൊമ്പുള്ള ഒരു ആനയാണ്. ഈ ആന നിൽക്കുന്ന സ്ഥലത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ മൃഗങ്ങൾ കൂടുതലും ഇപ്പോൾ വെള്ളമുള്ള ഏരിയയിലാണ് ഉണ്ടാവാൻ ചാൻസ്. ആനയുടെ അടുത്തായിട്ട് തന്നെ ഒരു പരുന്തും ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു പരുന്ത്. അപ്പോൾ ആള് എടുത്ത് നിന്നിട്ട് ആന പുല്ല് തിന്നണമൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഈ ആനനൊക്കെ കണ്ട് ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. നമ്മളിപ്പോൾ കാണുന്നത് പഴയകാലത്തുള്ള ട്രൈബൽസൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു ഗുഹയാണ്. ഇതിൻ്റെ അടുത്ത് മാനുകളൊക്കെ ഉണ്ട്. പിന്നെ കല്ലുകൊണ്ട് ഇങ്ങനെ ഒരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വേറൊന്ന്. അത് ഇവിടെ ഒരു കടുവയുടെ ഒരു ടെറിട്ടറിയാണിത്. ഇത് ടെമ്പിൾ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു കടുവ ഇവിടെ എപ്പോഴും കാണാറുണ്ട് ഈ ഒരു ഏരിയയിൽ. നമ്മുടെ അടുത്ത സൈറ്റിങ്ങും ആന തന്നെയാണ്. ചെറിയ ആനകളാണ്, കൊമ്പനാനകളൊന്നുമില്ല, ഒരു കൂട്ടമാണിത്. അപ്പോൾ ചിലത് നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലും ചിലത് മറു സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഈ ബസ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് വയലൻ്റായി പെട്ടെന്ന് കാടിനുള്ളിലേക്ക് തന്നെ കടക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു ചെറിയൊരു കൂട്ടം കുട്ടി ആനകളൊക്കെ ആയിട്ട് നമ്മളെ സൈഡിൽ നിന്ന് അങ്ങോട്ട് ഓടുകയാണ് അവർ ഈ സൗണ്ടൊക്കെ കേട്ടപ്പോൾ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് വലിയൊരു വീടും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ചെറിയ വീടുകളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ താമസിക്കുന്നതായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ അവരുടെ ഓഫീസായിരിക്കും. ടൂറിസ്റ്റുകൾക്ക് നിൽക്കാനുള്ള റെസ്റ്റ് ഹൗസിൻ്റെ ഒരു ബോർഡൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള തന്നെ ആവും. കബനി സഫാരിക്ക് നമ്മൾ മെയിനായിട്ട് വരുന്നത് തന്നെ നമ്മൾ കാടിനുള്ളിൽ നമ്മൾ ടൈഗറിനെ അതുപോലെ തന്നെ പുലികളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് വരാറ്. അപ്പോൾ നമ്മൾ അതിനിടയിൽ നമ്മൾ ആനനെയും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളൊന്നും നമ്മൾ കൂടുതൽ മെയിൻറ്റ് ആക്കണില്ല. അതുപോലെ തന്നെ ഡ്രൈവേഴ്സും അവർ പെട്ടെന്ന് ആനനെയൊക്കെ കാണുമ്പോൾ ചുരുങ്ങിയ സമയം അവിടെ നിർത്തുള്ളൂ. ചില സമയത്ത് നിർത്താതെ പെട്ടെന്ന് വിട്ടു പോവുക എന്നൊക്കെ ചെയ്യണത്. അപ്പോൾ അവരും ടൈഗർ സൈറ്റിങ് എവിടെയുള്ളത് അവിടെ പോയിട്ട് ടൈഗറിനെ കാണാനുള്ള ഇതിലാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കബനി നദിയുടെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ആനയും അതുപോലെ തന്നെ കടുവ, മാന് ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും മൃഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ കാണാനൊക്കെ പറ്റുന്നൊരു ഏരിയയാണ്. മരങ്ങളൊക്കെ വെട്ടി നല്ല കാണാൻ പറ്റുന്നൊരു രീതിയിലാണ് ഇവിടുത്തെ ഏരിയ. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ബസ്സല്ലാതെ വേറെ JLR ജംഗിൾ ലോഡ്ജ് റിസോർട്ട് നടത്തുന്ന സഫാരി ടീമിൻ്റെ ബൊലേറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അടിപൊളി ഏരിയ ആണ് കേട്ടോ ഇവിടെ. നല്ല ഏരിയ, നമുക്ക് ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ഇപ്പം ഇങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്നുണ്ടെങ്കിൽ കാണല്ലോ, അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കബനി നദിയുടെ ഈ ഒരു അപ്പുറം സൈഡിലായിട്ട് ഒരു കൊമ്പന് അവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്.
നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് കണ്ട് കാണൂല. പിന്നെ നമ്മൾ വന്ന സ്ഥലമാണ് ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ റോട്ടിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴുള്ള കാഴ്ച അടിപൊളി കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കൊമ്പനാണ് നമ്മളെ ഈ ഫ്രണ്ടിൽ ഇപ്പം ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത്. നമ്മുടെ ഈ കബനി നദിയുടെ സൈഡിലാണ്. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം, പക്ഷേ കുറേ ദൂരത്താണ് ആളുള്ളത്. സാധാരണ ഇവിടെ മാനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവേണ്ട ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് കുരങ്ങന്മാരൊക്കെ തന്നെ ഉള്ളൂ, വേറെ മൃഗങ്ങളൊന്നുമില്ല. പിന്നെ പല ഇനത്തിലുള്ള പക്ഷികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ദേശാടന പക്ഷികളൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ നല്ല ചൂടുള്ള സമയവും പിന്നെ വെള്ളം കുറവാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കി, പക്ഷേ ഈ ഒരു ആനയല്ലാതെ നമുക്ക് വേറൊരു മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളമുള്ള ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ആനകളെ കാണാൻ പറ്റി. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് ആനകളെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാവേണ്ടതെന്ന് അറിയില്ല. ആനൻ്റെ ഒരു കൂട്ടാണ്, ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ആനയുടെ കൂട്ടായിട്ട് അവിടെ ആ പൊന്തൻ്റെ അവിടെ കിടന്നിട്ട് പുല്ലൊക്കെ തിന്നുകയാണ്. കൊമ്പനാനകളൊന്നുമില്ല, ഫുള്ള് പിടിയാനകളാണ്. ഒരു ഫാമിലിയാണ്, അതിൽ കുട്ടികളും എല്ലാ അമ്മ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫാമിലി. അപ്പോൾ അവരിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അവരങ്ങനെ ആ ഒരു പൊന്തക്കാടിൻ്റെ ആ ഒരു ഏരിയ അങ്ങനെ പോവാണ് നേരെ. ഇങ്ങോട്ട് നമ്മുടെ നേരിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അതെനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ബസ്സൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആവും ഇങ്ങോട്ട് നമ്മളെ ഈ പൊന്തൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാത്തത്. അപ്പോൾ നമ്മളെ ഈ സഫാരിക്ക് വരുന്ന ചാർജ് ഒരാൾക്ക് 610 രൂപയാണ്. വീക്ക് ഡേയ്സിലും വീക്കെൻഡിലും രണ്ട് റേറ്റാണ് ഇവിടെ വരുന്നത്. വീക്ക് ഡേയ്സിൽ നമുക്ക് 3 മണിക്കൂർ ദീർഘമുള്ള സഫാരിക്കാണ് 610 രൂപ ഒരാൾക്ക് ചാർജ് ചെയ്യണത്. അത് നേരെ വീക്കെൻഡിലാണെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ സഫാരിക്ക് ഇവർ ഈടാക്കുന്നത് 350 രൂപയാണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീക്ക് ഡേയ്സിൽ വരുന്നതാണ് നല്ലത്, കാരണം 3 മണിക്കൂർ ദീർഘമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സഫാരി ചെയ്യുന്ന ഡ്രൈവർമാർ നമ്മളെ കുറച്ചും കൂടി ഉൾക്കാട്ടിലേക്കൊക്കെ കൊണ്ടുപോകും. ഈ ചെറിയ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സഫാരി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഉൾക്കാട്ടിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കടുവകളൊക്കെ കാണാൻ ചാൻസുള്ള ഈ ഒരു കബനി ഫോറസ്റ്റിൽ ഇങ്ങനെ ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനൊക്കെ സമ്മതിക്കണം. കാരണം കടുവ ആണെങ്കിലും ആനകളാണെങ്കിലും ഈ ഒരു ബൈക്കിനൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു മയിലിനെയാണ്. പിന്നെ നമ്മളെ സൈഡിലുള്ള ഈ ഒരു വണ്ടി JLRൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു നമ്മളെ ബസ്സിലത്തെ ഡ്രൈവർ ഈ ഒരു വണ്ടിയിലത്തെ ഡ്രൈവറോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, ടൈഗറിനെ എവിടെയെങ്കിലൊക്കെ സ്പോട്ട് ചെയ്തിക്കണമെന്നുണ്ട് ഇത്. അപ്പോൾ ഇവർ ഡ്രൈവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മൃഗത്തെ സ്പോട്ട് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ എത്തിപ്പെടാൻ കഴിയും. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് ടൈഗേഴ്സിനൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെള്ളമുള്ള ഏരിയയിലാണ്. ഇവിടെ സാധാരണ ടൈഗറും അതുപോലെ തന്നെ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കുറച്ച് മാനിനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. മാൻ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടൈഗറിനൊന്നും ഇവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം മാനുകൾക്കൊക്കെ മുൻകൂട്ടി ടൈഗറിൻ്റെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മൃഗമാണ്. അപ്പോൾ ആനയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. നമുക്ക് ഏതായാലും കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ കബനി ബസ് സഫാരിയിൽ വന്നൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബസ്സിലെ ഡ്രൈവറും അതുപോലെ തന്നെ ഗൈഡൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടൈഗറിനെ കാണാനാണ്. സംഭവം നമുക്ക് ടൈഗറിനെ കാണണം, പക്ഷേ ടൈഗറിനെ കാണാനും വേണ്ടി ഇവർ മറ്റുള്ള ഡ്രൈവേഴ്സിനോട് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി ടൈഗർ സ്പോട്ട് കാണുമ്പോൾ അറിയുമ്പോൾ അവിടേക്ക് സ്പീഡിൽ വണ്ടി വിട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ സ്പീഡിൽ പോയിട്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റണില്ല. കാരണം ടൈഗർ ഈ ഒരു ബസ്സിൻ്റെ സൗണ്ടും പിന്നെ ടൈഗർ വേറൊരു കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ നീങ്ങിയപ്പോൾ നമുക്ക് അവിടെ എത്തിയപ്പോൾ ടൈഗറിനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ സ്പീഡിൽ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ റോഡ് സൈഡിൽ തന്നെ ആനകളും അതുപോലെ തന്നെ വേറെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റീനി.
പക്ഷേ ഇവർ ആ ഒരു സമയത്ത് അവിടെ നിർത്താതെ പെട്ടെന്ന് സ്പീഡ് പോയതുകൊണ്ട് നമുക്ക് ആ ആനകളൊക്കെ മിസ്സായി. പക്ഷേ നമ്മൾ ആ ഒരു ടൈഗറിൻ്റെ സ്പോട്ടിലെത്തിയപ്പോൾ ടൈഗറിനെയും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയായപ്പോൾ വളരെ നിരാശയായി. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വന്ന് ഒരു കാടാവുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ടൈഗറിനെ കാണാൻ പറ്റിയിട്ടെങ്കിലും നമുക്ക് ആനനെയും മറ്റു മൃഗങ്ങളൊക്കെ എടുത്തുനിന്ന് നല്ല സമയം പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത് നമുക്ക് വേറൊരു സന്തോഷമാണ്. കാണുമ്പോൾ തന്നെ ടൈഗറിനെ നമുക്ക് കാണണം, പക്ഷേ നമുക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ സ്പീഡിൽ വിട്ടു പോകുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് ടൈഗറിനെയും കാണാൻ പറ്റാത്തൊരു സ്ഥിതി വന്ന് നമുക്ക് മൃഗങ്ങളൊന്നും കൂടുതൽ കാണാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ട് വന്നപ്പോൾ എല്ലാ സമയവും അങ്ങനെ ആവില്ല. നമുക്ക് ടൈഗറിനൊക്കെ കാണാം. ഞാൻ മുൻപ് വന്നപ്പോൾ നമുക്ക് ടൈഗറിനൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മളെ സഫാരി കഴിഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂർ ദീർഘമുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സഫാരി ആയിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വന്നൊരു സീസണ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സൈറ്റിംഗ് ഒന്നും അവിടെ കിട്ടിയില്ല. പിന്നെ ഓരോരുത്തരുടെ ലെക്ക് പോലെ ഇരിക്കും കാട്ടിൽ. ചിലപ്പോൾ പോകുമ്പോൾ നമുക്ക് നല്ല മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും, ചിലപ്പോൾ കുറവായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ സഫാരിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 3 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് സഫാരി. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ഭാഗ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് അനിമൽസിനെ കാണാം. എന്നാലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു കബനി ഫോറസ്റ്റ് സഫാരി. അപ്പോൾ മുമ്പ് വന്നപ്പോൾ ടൈഗറിനൊക്കെ കണ്ടീനി. ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ ഇന്നും പോയി, പക്ഷേ നമുക്ക് അല്ലാതാണ് കാണാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.